ഹലോ വെൽക്കം വ്യൂവേഴ്സ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ 3-4 വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട്, ബ്രോ ഈ ഒരു മൂവി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ നോക്കുമ്പോൾ ഇത് പാർട്ടായിട്ട് ചെയ്യേണ്ട ഒരു മൂവി എക്സ്പ്ലനേഷനാണ്. കാരണം എന്താണെന്നാൽ ഈ ഒരു മൂവിയുടെ ഏത് സീനാണ് കട്ട് ചെയ്യേണ്ടത്, ഏത് സീനാണ് കട്ട് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ മെൻ്റൽ പിടിച്ചു എന്നുള്ളൊരവസ്ഥയാണ്. ഒരു അഡാറായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു തന്ന ആ ഒരു മച്ചാന് ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനത്തെ ഒരു കമൻറ്റ് ആ ഒരു ബ്രോ ഇട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒരു പടം കാണാനുള്ള ഒരു ഐഡിയ പോലും കിട്ടിയിരുന്നില്ല. കാരണം നമ്മുടെ റിസർച്ചിൽ ഓൾമോസ്റ്റ് 10-15 സിനിമകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ മച്ചാന്മാർ പറയുന്നത് പോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള സിനിമകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ആ ഒരു മച്ചാന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഒരു സിനിമയുടെ ഒരു വൺലൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ ലോസ് ഏഞ്ചലസ് സിറ്റിക്കിടയിൽ പെട്ടെന്നൊരു വലിയൊരു കുഴി ഉണ്ടാവുകയാണ്. അതിൽ വീഴുന്ന ജനങ്ങൾ 12,000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ കാലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ബേസിലുള്ള സിനിമയാണിത്. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അക്ബർ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് A51 മീഡിയ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ലോസ് ഏഞ്ചലസ് സിറ്റിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെ കാറിൽ നമ്മുടെ നായികയും നായികയുടെ 2 മക്കളും വരികയാണ്. നായികയ്ക്ക് ഒരു മകനും ഒരു മകളുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് റോഡ് പൊളിയാൻ തുടങ്ങുകയാണ്. നോക്കുമ്പോൾ ആ ഒരു സിറ്റിക്ക് നടുവിൽ തന്നെ വലിയൊരു കുഴി രൂപപ്പെടുകയാണ്. അതിൽ കാറുകളും ബസ്സുകളും വാനുകളും അതേപോലെ തന്നെ കുറെ മനുഷ്യന്മാരും വീഴുകയാണ്. അപ്പോൾ ഇത് കണ്ടതും നായികയും മക്കളും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന്, അതായത് കണ്ടം വഴി ഓടുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടി ആ ഒരു കുട്ടിയുടെ ഫാമിലി നഷ്ടപ്പെടുത്തിയിട്ട് ആ റോഡിൽ കിടക്കുകയാണ് പേടിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ട് നായികയുടെ മകൻ, ആ ഒരു ടീനേജ് പയ്യൻ, ഈ ഒരു കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കുട്ടിയെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അവൻ ആ കുട്ടിയുടെ അടുത്തേക്ക് രക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് റോഡ് 2ആയി നായികയുടെ മകൻ കുഴിക്കുള്ളിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട് നായികയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് എൻ്റെ മോനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നായിക അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. പക്ഷെ നായികയുടെ കാല് സ്ലിപ്പായിട്ട് കുഴിയിലോട്ട് നായിക വീഴുകയാണ്. കറക്റ്റ് സമയത്ത് നായികയുടെ മകൾ വന്ന് നായികയുടെ കൈ പിടിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് നായിക പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ കുഴിയിൽ വീണ് മരിച്ചു പോകും, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം, നിന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്യും, നീ എൻ്റെ ജീവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നായിക കുഴിയിലേക്ക് വീഴുകയാണ്. എന്നിട്ട് ആ ഒരു സീൻ അവിടെ കട്ടാവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് അവിടെയുള്ള എല്ലാ ന്യൂസുകളിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ടുകഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു ഉലുക്ക വന്ന് വീണാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ആ ഒരു സീൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കുഴിയിൽ വീഴാതെ കുറെ പേർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിൽ നമ്മുടെ നായികയുടെ മകളും ഓടുകയാണ്. വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരാളെ കാണിക്കുന്നുണ്ട്. അയാളാണ് നമ്മുടെ നായികയുടെ ഭർത്താവ്, അതായത് ഈ 2 പിള്ളേരുടെ അച്ഛൻ. അതുമാത്രമല്ല ഈ കഥയിൽ നായകനും നമ്മുടെ ഈ ഒരു വ്യക്തിയാണ്. ആർമി ഓഫീസറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ. സംഭവം നമ്മുടെ നായകൻ ഒരു പൈലറ്റാണ്, അതായത് ആർമിക്കാരുടെ പൈലറ്റാണ്. പക്ഷെ നായകന് ഒരു പ്രശ്നമുണ്ട്. കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് പോലും നായകൻ സ്വപ്നം കാണുന്ന ഒരു പതിവുണ്ട്, ഒരു അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓടിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലൈറ്റ് അദ്ദേഹം ക്രാഷ് ചെയ്തിരുന്നു. ഈ ഒരു പ്രശ്നം മൂലം അദ്ദേഹത്തിന്റെ ജോലിയും പോയി. അതിനെ ബേസായിട്ട് അതിനോട് സാമ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് TV-യിൽ ഇങ്ങനത്തെ സിറ്റിക്കിടെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് എല്ലാവരും കാണുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് അവിടേക്ക്, അതായത് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കാരണം നായകന്റെ ഫാമിലി അവിടെയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നായകൻ അങ്ങോട്ടേക്ക് വേഗം പോവുകയാണ്.
അവിടെ ചെന്ന് നോക്കുമ്പോൾ നായകന്റെ മകൾ മാത്രമാണ് അവിടെ ഉള്ളത്. മകളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ മകളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അമ്മയും ചേട്ടനും ഈ കുഴിയിൽ പെട്ടുപോയെന്ന് മാത്രം നീ പറയരുത്. അവരെവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മകൾ പറയുന്നുണ്ട്, ചേട്ടനും അമ്മയും കുഴിയിൽ വീണു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം അടയ്ക്കാൻ വയ്യാതെ നോക്കി കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കുഴിയിൽ നിന്ന് കുറെ പക്ഷികൾ പുറത്തേക്ക് വരികയാണ്. ഇവർ ചിന്തിക്കുന്നുണ്ട്, കുഴിയുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പക്ഷികൾ പുറത്തേക്ക് വരുന്നത്, അതും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പക്ഷികൾ. അത് മാത്രമല്ല, കുഴിയിൽ വീണവർ ജീവനോടെ ഉണ്ടാകുമോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു സീൻ കട്ട് ചെയ്താൽ നായികയാണ് കാണിക്കുന്നത്. നായിക ബോധം വന്ന് എണീറ്റ് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ വീണത് ഒരു കുഴിയിലാണ്, ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഒരു കാട് പോലെയാണല്ലോ, അതും എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് നായിക ചിന്തിക്കുകയാണ്. എന്നിട്ട് നായിക അവിടെ ചുറ്റും ചുറ്റും നോക്കുന്നുണ്ട്. അവിടെ ഒരു രാക്ഷസ കൈരേഖയും കാണുന്നുണ്ട് ഒരു പാറപ്പുറത്ത്. അപ്പോൾ എൻ്റെ മകനും ഈ കുഴിയിലാണല്ലോ വീണത്, അപ്പോൾ അവനും ഇവിടെ ജീവനോടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് മകനെ അന്വേഷിച്ചിട്ട് മൊത്തം ചുറ്റി നടന്ന് നോക്കുകയാണ് നായിക. അപ്പോൾ ആ ഒരു നോക്കുന്നതിന്റെ ഇടയിൽ ഒരു പുക അവൾക്ക് കാണുകയാണ്. അവൾ അവിടെ സൂക്ഷിച്ചു നോക്കിയിട്ട് ആ ഒരു പുക വരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഒരു സിറ്റിയിൽ നിന്ന് വീണ വണ്ടികൾ, അതേപോലെ തന്നെ മനുഷ്യന്മാരും എല്ലാവരും അവിടെയാണ് ഉള്ളത്. നായിക മകനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് മകനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് രണ്ടാളും കൂടിയിട്ട് നല്ല സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയിൽ വീണ ഒരു ഡോക്ടറുണ്ട്. എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും വിശക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം, എല്ലാവർക്കും കയ്യിലുള്ള ഭക്ഷണം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. കുറച്ച് കാലത്തിന് നമ്മുടെ ഭക്ഷണം, ആ ഒരു ഭക്ഷണം നിലനിർത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ എല്ലാവരുടെ കയ്യിലുള്ള ഭക്ഷണവും അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു കോട്ടിട്ട സ്ത്രീ അവളുടെ കയ്യിലുള്ള ഭക്ഷണം അവൾ ഒളിപ്പിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് നായികയുടെ മകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തരുടെ ഭക്ഷണം കളക്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, എടാ, ഞാനൊരു പോലീസുകാരിയാണ്, എന്നോട് സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ട് സംസാരിക്കണം. ഞാൻ എന്തിനാണ് ഇത് ഒളിപ്പിച്ചു വെച്ചത് നിനക്കറിയാമോ? നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞാൽ ഈ ഒരു ഒളിപ്പിച്ചു വെച്ച ഭക്ഷണം നമുക്ക് എടുത്ത് കഴിക്കാം, മനസ്സിലായോ? ഞാൻ എൻ്റെ ആവശ്യത്തിന് മാത്രം ഒളിപ്പിച്ചു വെച്ചതല്ല എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. ആ ഒരു സമയത്ത് നല്ല വിശപ്പ് മൂലം കൊല്ല വിശപ്പോടെ ഒരു അപകടകാരിയായ വോൾഫ് അവിടേക്ക് വരികയാണ്. അതിനെ കണ്ടതും എല്ലാവരും കണ്ട വഴി ഓടുകയാണ്. കുറെ പേർ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുറെ കാറിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് വേറൊരു വോൾഫ് വരികയാണ്. എന്നിട്ട് നമ്മുടെ നായികയെയും നായികയുടെ മകനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. നായിക പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒളിക്കാൻ ഒരു കാർ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടുന്ന സമയത്ത് ആ ഒരു വോൾഫ് നായികയുടെ മകനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു താടിക്കാരൻ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ ഉപയോഗിച്ചിട്ട് ആ ഒരു വോൾഫിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നാലും കൂട്ടത്തിലുള്ള ഒരുത്തനെ വേറൊരു വോൾഫ് അറ്റാക്ക് ചെയ്ത് അവനെ കൊന്ന് അവനെ വലിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു വോൾഫിനെ താടിക്കാരൻ വെടിവെച്ച സമയത്ത് അറിയാതെ ഒരു ബുള്ളറ്റ് നമ്മുടെ നായികയുടെ മകന്റെ വയറ്റിൽ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വേദനയിലും ചോരയും പോയിക്കൊണ്ട് അവൻ അവിടെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായിക പറയുന്നുണ്ട്, എന്റെ മകനെ ആരെങ്കിലും രക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സ്ഥലത്തേക്ക് ഡോക്ടറും വേറൊരു പെണ്ണായിട്ടുള്ള ഡോക്ടറും വരികയാണ്. എന്നിട്ട് നമ്മുടെ നായികയുടെ മകനെ ആ ഒരു ബസ്സിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ബ്ലഡ് ലോസ് ആവാതിരിക്കാൻ വേണ്ടി പല മാർഗങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടും എന്ത് കാര്യം, അവർക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കിട്ടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നായികയോട് ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു കുഴിക്ക്, അതായത് ഈ ഒരു സിറ്റിയിൽ നിന്ന് ഈ ഒരു കുഴിയിലേക്ക് വീഴുന്നതിന് മുമ്പ് ഒരു ആംബുലൻസ് വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു ആംബുലൻസിൽ ഉറപ്പായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാകും, അത് കിട്ടിയാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് നായികയോട്. നായികയും അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നായികയുടെ മകനെ സംരക്ഷിക്കുന്നത് ആ ഒരു ഡോക്ടർ പെണ്ണാണ്. ആ ഒരു സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ പുതുതായിട്ട് ഒരു സയന്റിസ്റ്റ്, സോഫിയ എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റ്
മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു കുഴി വന്നതെന്ന് ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു കുഴിയിൽ വീണവർ ജീവനോടെ ഉണ്ടായിരിക്കില്ല. അവരുടെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് എടുത്തിട്ട് അവരുടെ ഫാമിലിക്ക് അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നായികയുടെ ഭർത്താവും നായികയുടെ മകളും കേട്ടുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായകന് പെട്ടെന്ന് ഇലൂസിനേഷൻ വരികയാണ്. നായിക തനിച്ച് ഒരു കാട്ടിൽ നിൽക്കുന്നതും അതേപോലെ തന്നെ കാട്ടിൽ തനിച്ച് ആരെയും അന്വേഷിക്കുന്നത് പോലെയും പിന്നെ ഏതൊരു പാറപ്പുറത്ത് ഏതൊരു രാക്ഷസ പ്രതിമയുടെ കൈപ്പാദം കാണുകയും ഇതൊക്കെ ഒരു ഇലൂസിനേഷൻ പോലെ നമ്മുടെ നായകനും വന്നു പോകുന്നുണ്ട്. പിന്നെ നോർമലായി നായകൻ വരികയാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നായകനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഇലൂസിനേഷൻ വരുന്നതിനെ കുറിച്ച് മകളുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് മകളോട് പറയുന്ന സമയത്ത് മകൾ വിചാരിക്കുന്നത് അമ്മ മരിച്ച കാരണം കൊണ്ടാണ്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അച്ഛനക്ക് ഇങ്ങനെ തോന്നുന്നത് എന്നൊക്കെ മകൾ ചിന്തിക്കുകയാണ്. ഇതേ സമയം ആ സോഫിയ എന്ന സയന്റിസ്റ്റ് ഒരു ഡ്രോണ് ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് വിട്ടിട്ട് അവിടെയുള്ള ഡെഡ് ബോഡികളെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോൺ അയക്കുകയാണ്. അത് ഒരു ഗ്രീൻ കളർ പോലുള്ള എന്തോ സ്ഥാനത്തിന്റെ അടുത്തേക്ക് പോയതും സിഗ്നൽ കട്ടാവുകയാണ്. എല്ലാവരും ഒന്നും മനസ്സിലാകാതെ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് സിഗ്നൽ കട്ടായത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നായകന് പിന്നെയും കുറെ ഇലൂസിനേഷൻ വരുന്നുണ്ട്. ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് ഒരു കാട്ടിൽ കിടക്കുന്നത് പോലെ നായകന് ഇലൂസിനേഷൻ വരികയാണ്. എന്നിട്ട് നായകൻ നേരെ പോയിട്ട് ആ ഒരു സോഫിയ സയന്റിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയെയും മകനെയും എങ്ങനെയും രക്ഷിച്ചു തരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സയന്റിസ്റ്റ് പറയുന്നത്, നിന്നെ പോലെ എത്ര പേരാണെന്നറിയോ എൻ്റെ അടുത്ത് വന്നിട്ട് ഫാമിലിയെ രക്ഷിച്ചു തരണമെന്ന് പറയുന്നത്, ഞങ്ങൾ അതിനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നായകൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫാമിലി രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഞാൻ തയ്യാറാണ്, എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നായകൻ്റെ ആ ഒരു ഇലൂസിനേഷനിൽ വന്ന ആ ഒരു പാറ, നായികയുടെ കൂടെയുള്ള ആ ഒരു പാറ എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ള പോലെ തോന്നിയത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് നായികയുടെ കൂടെ നായകനെടുത്ത ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നായകൻ്റെ ഇലൂസിനേഷനിൽ വന്ന സെയിം പോലെ തന്നെ അവരുടെ ഫോട്ടോയിൽ ഒരു കൈപ്പത്തിയുള്ള ഒരു പാറ നായകൻ കാണുകയാണ്. എന്നിട്ട് ആ ഒരു പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അഡ്രസ് തപ്പിയിട്ട് ആ ഒരു പാറയുടെ അടുത്തേക്ക് പോയാൽ എല്ലാവരെയും രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് നായകൻ അവിടെ നിന്ന് അവിടേക്ക് പോവുകയാണ് ആ ഒരു പാറ അന്വേഷിച്ചുകൊണ്ട്. ഇതേ സൈഡ് കുഴിയിലുള്ളിൽ നോക്കുകയാണെങ്കിൽ നായിക ഡോക്ടറോട് കൂടെ ആംബുലൻസ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആംബുലൻസ് അന്വേഷിച്ചിട്ട് കാട് മൊത്തം അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കിട്ടിയാൽ മാത്രമാണ് നായികയുടെ മകനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ആ ഒരു താടിക്കാരൻ അയാൾ ഗണ്ണുപയോഗിച്ച് സ്വയം സൂയിസൈഡ് ചെയ്ത് മരിക്കാൻ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് രണ്ടുപേര് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നു പോകും, പക്ഷെ നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നമ്മൾ ഒന്നിനും പറ്റില്ല, നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കഴിഞ്ഞാൽ എന്തിനേയും മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് താടിക്കാരൻ പറയുന്നുണ്ട്, സോറി എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മരണത്തിൽ നിന്ന് പിന്മാറുകയാണ് ആ ഒരു താടിക്കാരൻ. അപ്പോൾ ആ ഒരു താടിക്കാരൻ പറയുന്നുണ്ട്, ഞാനിപ്പോഴാണ് ഒരു ആംബുലൻസ് കണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നായിക താടിക്കാരനോട് പറയുന്നുണ്ട്, എടോ ആ ഒരു ആംബുലൻസ് തപ്പിയാണ് ഞങ്ങൾ ഈ ഒരു കാട് മൊത്തം ചുറ്റി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആംബുലൻസിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ നായകൻ ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ചുറ്റും നോക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ചുറ്റും നോക്കുന്നുണ്ട്. അവിടെ ഒരു കുഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നായകന്റെ മകൾ അവിടെ വരികയാണ്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് വല്ല മെന്റലും പിടിച്ചോ, ഇവിടെ വന്നിട്ട് കുഴിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു, സ്വന്തം അച്ഛനായത് കൊണ്ടാണ്, വാച്ച വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നായകനാണെങ്കിൽ ഇവ പറയുന്നത് ഒട്ടും കേൾക്കുന്നില്ല. നായകന്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായകൻ ആ ഒരു മോതിരം എടുത്തിട്ട് മകളെ കാണിക്കുകയാണ്. ഇത് വേറെ ആരുടെയും മോതിരമല്ല, നമ്മുടെ നായികയുടെ മോതിരമാണ്. അപ്പോൾ മകൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താണ് നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോതിരം വലിയൊരു ക്ലൂ ആണ്. അപ്പോൾ ആ ഒരു സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ആ ഒരു താടിക്കാരനും നായികയും ആ ഒരു ഡോക്ടറും ഒരു വിധത്തിൽ ആ ഒരു ആംബുലൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആംബുലൻസിന്റെ ഡോറിൽ ഒരു ഹോളിവുഡിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹോളിവുഡിന്റെ സിമ്പിൾ എഴുതിയിരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നായികയ്ക്ക് ഒരു ചിന്ത വരികയാണ്. എന്താണെന്നാൽ നായിക ചോദിക്കുന്നുണ്ട്, നമ്മൾ ഒരു പക്ഷെ സിറ്റിയിലാണ് ഉള്ളത്, സിറ്റിയിലാണെങ്കിൽ എന്തുകൊണ്ടാണ് ബിൽഡിങ്ങിന് പകരം മരങ്ങൾ വന്ന്
വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവർ ആ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് തപ്പുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് അപകടകാരിയായ ഒരു പുലി വരികയാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് 3 പേരും കണ്ടം വഴി ഓടുകയാണ്. അപ്പോൾ ആ ഒരു പുലി നമ്മുടെ ഡോക്ടറെ അറ്റാക്ക് ചെയ്യുകയാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ കാല് തട്ടി വേറൊരു കുഴിയിലോട്ട് ഡോക്ടർ വീഴുകയാണ്. ഡോക്ടർ കുഴിയുടെ ഉള്ളിൽ വീണത് കൊണ്ട് തന്നെ ആ ഒരു പുലി നായികയെയും ആ താടിക്കാരനെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പിന്നാലെ വരികയാണ്. അപ്പോൾ 2 പേര് ചിന്തിക്കുന്നുണ്ട്, അത്ര തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി, ഇനി പുലിക്ക് ഭക്ഷണമായി നമ്മൾ മാറുമെന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പുലി അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഒരു കെണിയിൽ അകപ്പെടുകയാണ്. ഇവർ ചിന്തിക്കുന്നുണ്ട്, ആരാടാ ഈ കാടിനുള്ളിൽ പുലിയെ വേട്ടയാടാൻ കെണി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവരല്ലാതെ വേറെ കുറെ മനുഷ്യന്മാർ ഈ ഒരു കാട്ടിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. എന്നിട്ട് കുറെ നേരത്തിന് ശേഷം ആ ഒരു ഡോക്ടറെ അന്വേഷിച്ചിട്ട് ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് 2 പേരും കൂടി പോവുകയാണ്. എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ട്. ഡോക്ടറെ ആ ഒരു കുഴിയിൽ വീണത് കൊണ്ട് തന്നെ ഡോക്ടറുടെ വാരിയെല്ല് ഒടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഡോക്ടറിന് നേരെ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ 2 പേരും കൂടി ഡോക്ടറെ താങ്ങി നടന്നു പോകുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും കൂടി എന്നെ താങ്ങി കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മകൻ, നായികയുടെ മകൻ മരണപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് നായിക അവിടെ പോയിട്ട് ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ച് നായികയുടെ മകനെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. നായികയും ആ ഒരു താടിക്കാരനോട് പറയുന്നുണ്ട്, നീ ഡോക്ടറെ കൂട്ടിയിട്ട് പതിയെ വാ, ഞാൻ എന്തായാലും പോയിട്ട് എൻ്റെ മകൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉപയോഗിച്ചിട്ട് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ആ ഒരു പോലീസുകാരി പെണ്ണ് വിശന്നിട്ട് കാറിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഡിക്കി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡിക്കിൽ നിറച്ചും ഡ്രഗ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു പോലീസുകാരി പറയുന്നുണ്ട്, ആരാടാ ഇത് ചെയ്തത്, നിസ്സാരമായിട്ട് ഡ്രഗ്സ് ഡിക്കിയിൽ വെച്ചിട്ട് കടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റും നോക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് വേറൊരു കോട്ടിട്ട ഒരു പയ്യൻ വരികയാണ്. അവനോട് ആ ഒരു പോലീസുകാരി ചോദിക്കുന്നുണ്ട്, നീയാണോ ഡ്രഗ്സ് ഒക്കെ കടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, എന്റെ മോന്ത കണ്ടാൽ ഞാൻ ഡ്രഗ്സ് കടത്തുന്നവനാണ് എന്ന് തോന്നുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പോലീസുകാരി ആ ഒരു പയ്യന്റെ അടുത്ത് 2 പെൺകുട്ടികളുണ്ട്. 2 പേരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് ഡ്രഗ്സ് കടത്തിയതെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ കൺമുമ്പിലിട്ട് ഇന്നലെ എൻ്റെ അച്ഛന് ഒരു വോൾഫ് അറ്റാക്ക് ചെയ്ത് കൊന്നു കളഞ്ഞിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അച്ഛൻ്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാടിനുള്ളിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് പോലീസുകാരി പറയുന്നുണ്ട്, ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു, അത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, നിന്റെ കൂടെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി കാടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ എനിക്ക് എന്തേലും സംഭവിച്ചാൽ നോക്കേണ്ടത് നീയാണ്, എന്നെ രക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് എന്നൊക്കെ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞിട്ടാണ് കാടിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പെണ്ണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പയ്യൻ ചിന്തിക്കുന്നുണ്ട്, ഇവള് ഒരു ദൈവഭക്തിയുള്ള പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവനും കുറെ പിച്ചും പേയും പറഞ്ഞിട്ട് നടക്കുകയാണ്. ഇതേ സമയം നായിക ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ച് നായികയുടെ മകനെ കറക്റ്റ് സമയത്ത് വന്നിട്ട് ആ ഒരു ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ച് രക്ഷിക്കുകയാണ്. ഇതേ സമയം സിറ്റിയിലാണ് കാണിക്കുന്നത്. അച്ഛനും മകളും TV നോക്കുന്ന സമയത്ത് TVയിൽ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് സിറ്റിയിൽ ഇങ്ങനെ ഒരു കുഴി വന്നതിന്റെ കാരണം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മകൾക്ക് ഇതിനോട് യാതൊരു താല്പര്യമില്ലാത്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ നായകൻ അങ്ങനെയല്ല. നായകൻ ഇതിലെന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ഇന്റർവ്യൂവിൽ വന്ന അയാളെ കാണാൻ വേണ്ടി നായികയും മകളും അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വൈഫിനെയും മകനെയും രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ണാടിറ്റ ആൾ പറയുന്നത്, എന്നെ കൊണ്ട് സാധിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ നായകൻ അയാളെ പിടിച്ചു നിർത്തി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാലമായിട്ട് കുറേ എലൂസിനേഷൻ വരുന്നുണ്ട്. ഞാൻ ആ ഒരു പാറയുടെ അടുത്ത് ചെന്ന് കുഴി തോണ്ടി നോക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. എന്താണെന്നാൽ എൻ്റെ ഭാര്യയുടെ മോതിരം എനിക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ണാടിക്കാരൻ, ഇവൻ സാധാരണ ആളല്ല, ഇവനെ അപ്പോൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം ദൂരെ നിന്നിട്ട് ആ ഒരു സയന്റിസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, നായകൻ വെറും ഒരാളല്ല, ഇവനക്ക് എന്തൊക്കെ അറിയാം, ഇവൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നുണ്ട്, ഇവനെ പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടും എന്ന് പറഞ്ഞിട്ട് നായകനെ ഇവരുടെ ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ്. സയന്റിസ്റ്റ് നായകനോട് സംസാരിക്കുന്നുണ്ട്, ഇതേപോലത്തെ ഒരു കുഴി വേറൊരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലാരും വീഴാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾക്കൊന്നും മനസ്സിലാവുകയില്ല, നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല, ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നായകൻ ആ ഒരു മോതിരം, വൈഫിന്റെ മോതിരം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അത് വാങ്ങിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷോക്കായിട്ടുള്ള കാര്യം അപ്പോഴാണ് നായകനെ അവർ അറിയിക്കുന്നത്. കാരണം ആ ഒരു മോതിരം 12,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മോതിരമാണ്. ഇത് കേട്ട നായകനും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എന്താണ് 12,000 വർഷത്തിന് മുമ്പുള്ള മോതിരമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ഗോഡൗണിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ഈ ഒരു കുഴിയിലോട്ട് പോകാനായിട്ട് ഒരു പ്രത്യേക തരം ഒരു ഫ്ലൈറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നായകനോട് പറയുന്നുണ്ട്, ഇതാണ് ഞാൻ ആ ഒരു കുഴിയിലോട്ട് അയക്കാൻ പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. നായകൻ പറയുന്നുണ്ട്, ശരി ഇത് ഞാൻ തന്നെ ഓടിക്കാം എന്ന് പറയുമ്പോൾ ആ ഒരു സയന്റിസ്റ്റ് പറയുന്നുണ്ട്, എന്റെ മോനെ വേണ്ട, നീ ഒരു ഫ്ലൈറ്റ് തകർത്തതല്ലേ, ഇത് ഓടിക്കാൻ വേറെ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയെ കാണിച്ചു തരികയാണ്. അയാൾ വേറെ ആരുമല്ല, നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ നായകൻ കൂട്ടുകാരൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എടാ അളിയ, ഇത്രയും ഫ്ലൈറ്റ് ഓടിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ തരുന്നില്ല. കുഴപ്പമില്ല, നീ എന്തായാലും കുഴിക്കുള്ളിൽ പോയിട്ട് എൻ്റെ ഫാമിലിയെയും മറ്റുള്ളവരെയും എങ്ങനെയും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. വീഡിയോ ലെങ്ത് കുറച്ച് കൂടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ബാക്കി നമ്മുടെ തുടർന്ന് വരുന്ന ഓരോ പാർട്ടുകളിലായിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ 10-15 സിനിമകൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ സിനിമകളായിട്ട് നമ്മൾക്ക് പിന്നെയും കാണാം. അതുമാത്രമല്ല, ഈ ഒരു സിനിമ എൻ്റെ ഒരു ഐഡിയ വെച്ചാണ് ഞാൻ പാർട്ടാക്കുന്നത്, അതും വീഡിയോ ലെങ്ത് കുറച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള സിനിമകൾ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ മൂവി എക്സ്പ്ലനേഷൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. തുടർന്നും ഈ ഒരു സിനിമയുടെ പാർട്ടുമായി കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ, സീ യു.